ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കേതൽ കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ 1 കിലോ കേതൽ തേച്ച് കഴുകി വെച്ച് എടുത്തിട്ടുണ്ട്, ക്ലീൻ ആക്കി എടുത്തു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. മുളക് പൊടി എടുത്തു, ഉപ്പ്, മല്ലിപ്പൊടി, ഉലുവ, മഞ്ഞൾപ്പൊടി, കടുക്, കറിവേപ്പില, ഫിഷ് മസാല എടുത്തിട്ടുണ്ട്. ഇന്ന് ഫിഷ് മസാല ഇട്ടിട്ട് നമുക്ക് കേതൽ കറി വെക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കിട്ടിയിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇട്ടിട്ടെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം വാടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് ഫിഷ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല മൂത്ത് കിട്ടി. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. இந்த കറിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് തിളയ്ക്കുന്നത് വരെ തീ കത്തിക്കാം. നമ്മുടെ കറിയുടെ ചാറെല്ലാം തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് നമ്മുടെ കറി റെഡിയാക്കി എടുക്കാം. കറി റെഡിയായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ കേതൽ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.